അവിടെയാണ് മാനുഷിക ജ്ഞാനവും ദൈവിക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഇത് ദൈവമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ എൻ്റെ ബുദ്ധിയിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്, അല്ലാതെ എന്തുവാ when I read my Bible, God speaks to me in my knowledge. അതാണ് ജ്ഞാനത്തിൻ്റെ വചനം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതൊരു കുറഞ്ഞ കാര്യമൊന്നും അല്ല, അതൊരു വലിയ കാര്യമാണ്. കാര്യം ജ്ഞാനത്തിൻ്റെ വചനമാണ് ഉപദേശത്തിൻ്റെ കാതൽ. ജ്ഞാനമില്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപദേശം ഉണ്ടാക്കാനായിട്ട് കഴിയയില്ല. ടീച്ചിങ്ങിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഗിഫ്റ്റാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് എ ഗിഫ്റ്റ്. ഐ നോ ദാറ്റ് ഗോഡ് ഹാസ് കോൾഡ് മീ ആസ് എ ടീച്ചർ, ബൈബിൾ ടീച്ചർ. എനിക്കറിയാം അത് ദൈവം എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ട് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് എന്ത്? ജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വചനം എനിക്ക് തന്നത് ടീച്ചിങ് എന്ന ഗിഫ്റ്റ് എനിക്ക് ഉള്ളത് കൊണ്ടും കൂടെയാണ്. അല്ലാതെ എന്നെ പഠിപ്പിച്ച് ചീർപ്പിക്കുവാനല്ല ദൈവം എന്ത് തന്നത്? ജ്ഞാനത്തിൻ്റെ വചനം എനിക്ക് തന്നത്. എന്തിനാണ് ജ്ഞാനത്തിൻ്റെ വചനം ദൈവം എനിക്ക് തന്നിരിക്കുന്നത്? അത് ജനങ്ങളിൽ എത്തിക്കാനുള്ളതായതുകൊണ്ട്. അപ്പോൾ മാത്രമേ അത് പ്രകാശനമുണ്ടാകുന്നു. ജ്ഞാനത്തിൻ്റെ പ്രകാശനമാണ് ടീച്ചിങ്. ഈ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം, അത് ടാലൻറ്റുമായിട്ട് വളരെ അടുത്ത് വരുന്നുണ്ട്. വിസ്ഡം ഒരു ടാലൻ്റായിട്ടുള്ളവരുണ്ട്. ചില ആളുകളുണ്ടല്ലോ, സം പീപ്പിൾ ആർ ബോൺ ടീച്ചേഴ്സ്, സം പീപ്പിൾ ആർ വെരി വൈസ്. ഇത് രണ്ടും എനിക്കില്ല. അതതിനകത്തെ പ്രശ്നം. ഞാനൊരു ബോൺ ടീച്ചറും അല്ല, എനിക്ക് ഈ പറയുന്ന വലിയ ബുദ്ധിയുമില്ല. അത് എനിക്കറിയാം, മറ്റുള്ളവർക്ക് അറിയാൻ വയ്യ എങ്കിലും എനിക്കറിയാം. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ഗിഫ്റ്റാണെന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഈ ബൈബിൾ അല്ലാതെ വേറെ ഒന്നും പഠിപ്പിക്കാൻ എനിക്കറിയത്തില്ല, ഉള്ള കാര്യമാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് വരെ പഠിച്ച എക്കണോമിക്സ് പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പഠിച്ച പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പഠിച്ച ജേർണലിസം പഠിപ്പിക്കാൻ പറഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി എ സക്സസ്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടീച്ചിങ് എൻ്റെ ടാലൻ്റ് ഒന്നുമല്ല, ഈ ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലാതെ നിങ്ങളിപ്പം വേറെ എന്തെങ്കിലും സയൻറ്റിഫിക് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലോ ടെക്നോളജിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാലോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് ജോഗ്രഫി വലിയ പിടിയില്ല. ഞാൻ ഈ രാജ്യങ്ങളെല്ലാം പോകുമെങ്കിലും എനിക്ക് ജോഗ്രഫി പറയുന്ന വലിയ പിടിയൊന്നുമില്ല. എനിക്ക് ഈ പറയുന്ന ലാംഗ്വേജ് സ്കിൽസ് ഒന്നുമില്ല. പക്ഷേ ടീച്ചിങ്ങിൻ്റെ ആവശ്യവുമായി വരുമ്പോൾ എന്താണ്? ഗാഡ് സ്പീക്സ് ടു മീ. അത് ജ്ഞാനത്തിൽ എൻ്റെ ബുദ്ധിയെ തന്നെ പ്രകാശിപ്പിക്കുകയാണ്. എന്നാൽ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനമാണ് ഉപദേശത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. പരിജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ടീച്ചിങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാര്യം പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നമുണ്ട്. പരിജ്ഞാനം തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് എന്താണ് പരിജ്ഞാനം എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ചില ആളുകൾ പറയും പരിചയത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് പരിജ്ഞാനം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ സിയോൻ ഗീതാവലിയിൽ അല്ലെങ്കിൽ സിയോൻ കീർത്തനങ്ങളിൽ 1500 പാട്ടുണ്ടെങ്കിലും 2000 പാട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്ത് എവിടെ ഏത് പാട്ട് പാടണം എന്നുള്ളത് പരിചയത്തിൽ നിന്നുണ്ടാകുന്നത്, അതാണ് പരിജ്ഞാനം. അതൊന്നും അല്ല പരിജ്ഞാനം. വേദപുസ്തകത്തിൽ പറയുന്ന പരിജ്ഞാനം അതൊന്നും അല്ല. പരിചയത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമല്ല, പരിജ്ഞാനമാണ്. ദാറ്റ് വിച്ച് ട്രാൻസെൻഡ്സ് റാഷണാലിറ്റി എന്നുള്ളതാണ് അവിടെ ഉപയോഗിക്കുന്നതായ അർത്ഥം. നോസിസ് എന്ന് പറയുന്നൊരു വാക്കാണ്. നിഗൂഢമായിരിക്കുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായി ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ജ്ഞാനമാണ് പരിജ്ഞാനം. അത് യുക്തിസഹമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം അത് ഇൻറ്റ്യൂട്ടീവ് നോളജാണ്, ഇൻറ്റ്യൂഷനാണ്, അതൊരു ഉൾവിളിയാണ്, അത് ഒരു വെളിപ്പാടാണ്. അത് ബുദ്ധിയെ തെളിയിക്കുന്നതായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ജ്ഞാനം എപ്പോഴും യുക്തിസഹമായിരിക്കും, പരിജ്ഞാനം യുക്തിയെ കടന്നു പോകുന്നതായിരിക്കും. യുക്തിക്ക് വിരുദ്ധമായിരിക്കണമെന്നല്ല, പക്ഷേ യുക്തിയെ കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ജ്ഞാനവും പരിജ്ഞാനവും രണ്ടും ഒരുപോലെ ആവശ്യമാണ്. ഒരുത്തന് ജ്ഞാനത്തിൻ്റെ വചനം, വേറൊരാൾക്ക് പരിജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വചനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ജ്ഞാനത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് അതിനെ ഉപദേശം എന്ന് പറയാൻ കാര്യം. പരിജ്ഞാനം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഉള്ള ആവശ്യമുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ് പരിജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നത്. ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് പറയാം. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ് പറയുകയാണ് എന്ത്? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന അവൻ്റെ കൃപയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ പ്രാപിച്ച്. നോക്ക്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കാണ്. നിങ്ങൾ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും, അല്ലേ? എഫേഷ്യൻസ് ചാപ്റ്റർ 1:17 തൊട്ടുള്ള വാക്യം. അത് ഒരു പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണല്ലോ. അതുകൊണ്ട് ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമായ പിതാവിന് നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശയിന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന് മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിന് വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുണ്ട്, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ അവൻ്റെ വിളി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അവിടെ 2 വേണം. എന്തുകൊണ്ട് 2 വേണം? കാരണം
ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിളിയുണ്ട്, സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വിളിയുണ്ട്. ദൈവം എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവരെയും കുറിച്ച് ദൈവം എന്തുദ്ദേശിച്ചു? ദൈവം എന്നെ വിളിച്ചപ്പോൾ എന്നെക്കുറിച്ച് പ്രത്യേകമായി ദൈവം എന്തുദ്ദേശിച്ചു? എന്നെക്കുറിച്ച് ദൈവം പ്രത്യേകമായി അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവം എല്ലാവരെയും വിളിച്ചപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്നുള്ളത് ഞാൻ ആദ്യം അറിഞ്ഞാലേ പറ്റുള്ളൂ. അതറിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോമൺ ആയിട്ടുള്ള കോളിങ്ങും ഉണ്ട്, എന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോളിങ്ങും ഉണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവം എല്ലാവരെയും വിളിച്ചത്? നമ്മളെല്ലാവരും അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അതുകൊണ്ടാണ് വി ആർ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും കുറിച്ചുള്ള ദൈവോദ്ദേശ്യം. നമ്മളെല്ലാവരെയും കുറിച്ചുള്ള ദൈവോദ്ദേശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നേതാവിൻ്റെയും മനസ്സിലല്ല, ഒരു പ്രവാചകൻ്റെയും മനസ്സിലല്ല, ദൈവവചനത്തിലാണ്. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശമുണ്ട്. അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യം അതൊരു പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? പരിജ്ഞാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുവിശേഷ വേല ചെയ്യണം, അല്ലെങ്കിൽ വെൻ ഗാഡ് കോൾസ് മീ, ദൈവം എൻ്റെ ആത്മാവിൽ എന്നെ വിളിക്കുന്നു സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ദൈവം എൻ്റെ ആത്മാവിൽ എന്നെ വിളിക്കുമ്പോൾ എവിടേക്ക് പോകണമെന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എവിടേക്ക് ഞാൻ പോകണമെന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ദൈവം എന്നോട് നോർത്ത് ഇന്ത്യക്ക് ICPF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഐ വോണ്ട് യു ടു ഡു സംതിങ് എൽസ്. എന്ത് വേണം? നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങണം. 3 വർഷം ഞാൻ കാത്തിരുന്നു, എവിടെ തുടങ്ങേണ്ടതെന്നറിയാൻ. 3 years. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസം എടുത്തില്ല. എവിടെയെങ്കിലും പോയി പ്രവർത്തിക്കാൻ. ഞാനിവിടെ ഐഡിയലായിട്ട് വെറുതെ ഇരിക്കുമൊന്നുമല്ല. ഞാൻ അന്നും ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അന്നും പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഐഡിയലായിട്ട് ഇരുന്നിട്ടില്ല. പക്ഷേ എങ്കിലും കൺഫ്യൂഷൻ ബാക്കി കിടക്കുകയാണ്. എവിടെയാണ് ദൈവം എന്നെ പറഞ്ഞു വിടുന്നത്? 3 വർഷം കഴിഞ്ഞപ്പോൾ സ്പെസിഫിക്കായിട്ട് ദൈവം കാണിച്ചു തന്നു, ഇന്ന സ്ഥലത്ത് പോകണമെന്ന്. കണ്ടിട്ടില്ലാത്ത സ്ഥലം, കേട്ടിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ അത് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്തിയ ഒരു പദമല്ല. അവിടെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? പരിജ്ഞാനം വേണം, അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു നോളജ് വേണം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശ്യം മനസ്സിലാക്കണമെങ്കിൽ. എന്നാൽ ഞാൻ സ്നാനത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി, ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ സ്നാനത്തെക്കുറിച്ച് എഴുതി. അത് മലയാളത്തിലും ഹിന്ദിയിലും എല്ലാം ഉണ്ട്. അതിനകത്ത് സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതെൻ്റെ ഇൻറ്റ്യൂട്ടീവ് നോളജിൽ നിന്നൊന്നും എഴുതിയൊന്നുമല്ല. കാര്യം ഒരു ഉപദേശം പഠിപ്പിക്കാൻ ഒരിക്കലും വെളിപ്പാട് ഉപയോഗിച്ചുകൂടാ. കാര്യം വെളിപ്പാട് വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഉപദേശം എല്ലായ്പ്പോഴും ബുദ്ധിക്ക് തെളിവുള്ളതും വേദപുസ്തകത്തിന് അനുസൃതവുമായിരിക്കണം. അതുകൊണ്ട് ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ ഉപദേശമുണ്ടാകാവൂ. വെളിപ്പാടിൽ നിന്ന് ഉപദേശം ഉണ്ടാകുമ്പോഴാണ് അത് കൾട്ടായി. എലൻ ജി വൈറ്റ് എന്ന് പറയുന്ന വനിതയ്ക്ക് ഒരു വെളിപ്പാടുണ്ടായി. 10 കൽപ്പനകൾ അവർ വെളിപ്പാടിൽ കണ്ടു. അതിനകത്ത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ളത് ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നതായിട്ട് കണ്ടു. ദൈവം അവളോട് പറഞ്ഞു, എൻ്റെ ശബത്തിനെ എല്ലാവരും ഇന്ന് സൺഡേ ആക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ചർച്ച് ഉണ്ടാക്കുന്നത്. അവരുടെ വെളിപ്പാടാണ് അവരുടെ സഭയുടെ അടിസ്ഥാനം. ഒരു സ്ത്രീയുടെ വെളിപ്പാടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതൊരു കൾട്ട് ഗ്രൂപ്പ് ആകുന്നത്. അതുകൊണ്ടാണത് ഒരു കൾട്ട് ഗ്രൂപ്പ് ആകുന്നത്. അത് ഉപദേശമല്ല. ഉപദേശത്തിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കണം? നമ്മുടെ ബുദ്ധിക്ക് തെളിവുള്ളതായ ദൈവത്തിൻ്റെ വചനത്തിൽ. അത് മാനുഷിക ജ്ഞാനമല്ല, അത് ദൈവിക ജ്ഞാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ വേദപുസ്തകത്തിൽ എന്ന്. ഞാൻ 37 വർഷമായിട്ട് ശരിയായിട്ട് വേദപുസ്തകം പഠിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. ഈവൻ ആഫ്റ്റർ 38 years ഓഫ് റീഡിങ് ബൈബിൾ, ഓരോ ദിവസവും ഓരോ ഭാഗം വായിക്കുമ്പം ചേട്ടാ ഇത് ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ, അന്നേരം ഒന്നും എനിക്ക് കാര്യം തോന്നിയില്ല, ഇല്ലേ? അതുകൊണ്ട് ആ ജ്ഞാനം വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക ജ്ഞാനമാണ്. അല്ലാതെ അതെന്താ എൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമല്ല. ഞാൻ അത്ര ഇൻ്റലിജൻ്റ് ഒന്നും അല്ല, അങ്ങനെ മനസ്സിലാക്കത്തക്ക രീതിയിലൊന്നും. ഗാഡ് റിവീൽസ്. പക്ഷേ അത് ബുദ്ധിക്ക് തെളിവായുള്ളതാണ്. അതിൽ നിന്നും മാത്രമേ ഉപദേശമുണ്ടാകാവൂ, അല്ലാതെ ഉപദേശം ഉണ്ടാകാൻ പാടില്ല. അല്ലാത്ത ഒരു ഉപദേശവും നിങ്ങൾ സഹിക്കുകയും വേണ്ട, സമ്മതിക്കുകയും വേണ്ട. ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ഇറ്റ് ബിബ്ലിക്കൽ? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പൗലോസ് എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ ബെരോവയിലെ ക്രിസ്ത്യൻസ് ഒറ്റയടിക്ക് തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? അവർ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചു. അതുകൊണ്ട്
വെളിപ്പാടിൽ നിന്ന് ഉപദേശം ഉണ്ടാകാൻ പാടില്ല, ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ ഉപദേശം ഉണ്ടാകാൻ പാടുള്ളൂ. എന്നെക്കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ദൈവമകൻ എന്നുള്ള നിലയിൽ എന്നെക്കുറിച്ച് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തൊരു കാര്യമൊന്നും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ അറിയണ്ട. ഇൻഡിവിജ്വലായിട്ട് ദൈവം എന്നോട് ആഫ്രിക്കയിൽ പോകാൻ പറഞ്ഞത്, ഗോഡ് സ്പോക്ക് ടു മീ. എന്നെ ആരും വിളിച്ചില്ല, ഞാനങ്ങ് പോവുകയാണ് ചെയ്തത്. എന്നോട് ദൈവം ഒരിക്കൽ ഈജിപ്തിൽ പോകാൻ പറഞ്ഞു. ഈജിപ്തിൽ പോകാനായിട്ട് പറഞ്ഞ് ഞാൻ നേരെ ഈജിപ്തിന് പോവുകയാണ്. ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് കയറി പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. കാര്യം എമിഗ്രേഷനിൽ നിന്ന് സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, എമിഗ്രേഷനിൽ അവിടെ കൃത്യമായി വിസ കാണിച്ചില്ലെങ്കിൽ കയറി പോകാനായിട്ട് പറ്റത്തില്ല. എന്തോ എമിഗ്രേഷനിൽ നിന്ന് കയറ്റി വിട്ടു. ഞാൻ ജെസ്സോട് പറഞ്ഞു, എമിഗ്രേഷനിൽ നിന്ന് കയറി ഇനി അവിടെ ചെല്ലുമ്പോൾ വിസ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് ഞാനിങ്ങനെ തിരിച്ചു പോരും. ഈജിപ്തിൽ ചെന്നു അവന്മാരും വിസ അടിച്ചു തന്നു. ഞാൻ പുറത്തിറങ്ങി, എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്നൊക്കെ നടക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഹായ് സാജു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? ആരും വന്നില്ല. കുറേ നേരം ഒരു ട്രോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഉന്തിക്കൊണ്ട് അതിലെല്ലാം നടന്ന് ആരെയും കണ്ടില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ ഹോട്ടലിൽ പോയി താമസിച്ചു. ഐ സ്റ്റേഡ് ദെയർ, ഐ സ്റ്റാർട്ടഡ് പ്രേയിങ്, ഐ ട്രാവൽ ടു ഡിഫറെൻറ്റ് പ്ലേസസ്. പലയിടത്തു നിന്ന് ട്രാക്റ്റുകളും മറ്റും സംഘടിപ്പിച്ചു. അവിടെ ഞാൻ യാത്ര ചെയ്തു. ഇത് വേദപുസ്തകത്തിൽ ഈജിപ്തിൽ പോകാൻ പറഞ്ഞതുകൊണ്ട് പോയതൊന്നും അല്ലല്ലോ. വേഴ്സിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ ഈജിപ്തിൽ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് വെളിപ്പാടിൽ നിന്നാണ്. എന്നാൽ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി ഈജിപ്തിൽ പോകണമെന്ന്. അതുകൊണ്ട് നിങ്ങളൊക്കെയും ഈജിപ്തിൽ പോകുവാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നാളെ എല്ലാവരും ഈജിപ്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത് എനിക്ക് ദൈവം നൽകിയ വെളിപ്പാടാണ്. വെളിപ്പാട് ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിക്ക് ഉള്ള കാര്യമാണ്. ഒരു വെളിപ്പാട് വ്യക്തിപരമായി ഒരാൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്, അല്ലാതെ എന്തല്ല, ഒരു കോമൺ ആയിട്ടുള്ളൊരു സന്ദേശമല്ല. ഇതാണ് ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും തമ്മിലുള്ള വ്യത്യാസം. ഉപദേശം എല്ലാവർക്കും വേണ്ടി, അത് ജ്ഞാനത്തിൽ നിന്ന്. ചില ആലോചനകൾ എനിക്ക് വ്യക്തിപരമായി, അത് വെളിപ്പാടിൽ നിന്ന്. ജ്ഞാനത്തിൽ നിന്നേ ഉപദേശം ഉണ്ടാകാവൂ. വെളിപ്പാടിൽ നിന്നാണ് വ്യക്തിപരമായി ദൈവം നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് വിശ്വാസം, ഫെയ്ത്ത്. വിശ്വാസം എന്നതും ഇവിടെ ഒരു ആത്മപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള ഒരു സാധാരണ വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. പലരുടെയും വിശ്വാസം ഇന്ന് അവരിൽ തന്നെയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലാണ്. വിശ്വാസത്തിലുള്ള വിശ്വാസം. നീ വിശ്വസിക്കുന്ന 16 പ്രാവശ്യം പറഞ്ഞാൽ ഉണ്ടാകുന്ന വിശ്വാസം. നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഗിഫ്റ്റാണ് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അല്ലാതെ മാനുഷികമായിട്ട് നമുക്ക് വിശ്വസിക്കാം. മാനുഷികമായി വിശ്വസിക്കണമെങ്കിൽ അതിനൊരു റീസൺ വേണം. റീസൺ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, മാനുഷികമായി വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ റീസണും അപ്പുറത്തുള്ളൊരു ഫെയ്ത്ത് ഉണ്ടാകുമ്പോഴാണ് അത് ബിബ്ലിക്കൽ ഫെയ്ത്ത് ആകുന്നത്. ചിലപ്പം പറയുന്നത് മാനുഷികമായി നമുക്കൊരു ബോധ്യം, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നല്ല ധൈര്യമായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ധൈര്യം ഉണ്ടാകും. ചില ആളുകൾ നാച്ചുറലി ബ്രേവാണ്, അവർക്ക് നല്ല ധൈര്യമാണ് കാര്യങ്ങൾക്കൊക്കെ പോകാൻ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സാഹചര്യങ്ങളെപ്പറ്റി ഇഗ്നറൻ്റ് ആണെങ്കിലും ചിലപ്പം നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകും. എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യായെങ്കിൽ ചുമ്മാ നമ്മളെടുത്ത് ആടി നിന്നിരിക്കും. അതിനെ ഫെയ്ത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുമാണ്, ഇഗ്നറൻസിൽ നിന്ന്. മൂന്നാമത് ഒരുപക്ഷെ അൺകൺസേണിൽ നിന്ന്, അതായത് എന്തെങ്കിലും ആട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൺസേൺഡ് അല്ല. എന്ത് വന്നാലും അങ്ങനെയുള്ള ആളുകളുണ്ട്, വളരെ അൺകൺസേൺഡ്. അവർക്ക് അവരെക്കുറിച്ചും ചിന്തയില്ല, മറ്റുള്ളവരെക്കുറിച്ചും ചിന്തയില്ല, എന്തോ സംഭവിക്കുമൊന്നുമില്ല, എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, അൺകൺസേൺഡ് ആയിട്ടുള്ള. അപ്പോൾ ചിലർക്ക് ഫെയ്ത്ത് ഉണ്ട്, ആ ഫെയ്ത്തിൽ നിന്നുള്ള ധൈര്യമുണ്ട്. ഇതൊന്നും ബിബ്ലിക്കൽ ഫെയ്ത്ത് അല്ല. മൂന്നാമത്തെ അല്ലെങ്കിൽ അടുത്തതായിട്ട് വിധി വിശ്വാസികളുണ്ട്. നമ്മൾ എന്തോ ചെയ്താലും നമുക്ക് വരാനുള്ളതേ വരൂ എന്നൊക്കെ പറയുന്ന ഫെയ്റ്റലിസ്റ്റുകളുണ്ട്. ഫെയ്റ്റ്, വിധി, അതിൽ നിന്നുള്ള വിശ്വാസവും ബിബ്ലിക്കൽ ഫെയ്ത്ത് അല്ല. പിന്നെ അവരിൽ തന്നെയുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകളുണ്ട്. എനിക്കിത് നേരിടാൻ പറ്റുമെന്ന് പറയുന്ന കോൺഫിഡൻസ് ഉള്ളവരുണ്ട്. ബിബ്ലിക്കൽ ഫെയ്ത്ത് ഇതൊന്നുമല്ല. ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഗാഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് തിരിച്ചറിയുന്നതാണ്. ദൈവം സകലതും നിയന്ത്രിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് എൻ്റെ വിശ്വാസം ആരംഭിക്കുന്നത്. ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവത്തിൻ്റെ കഴിവിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സോവറിറ്റിയിൽ ദൈവം എന്തും ചെയ്യാൻ കഴിയുന്നവനാണ്. അവൻ ആണ് നിയന്ത്രിക്കുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ അടിത്തറ. രണ്ടാമത്തെ അടിത്തറ, അതായത് ദൈവത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ അടിത്തറ. രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഫെയ്ത്താണ്. എനിക്ക് തിന്മയായ ഒരു കാര്യം ദൈവം ചെയ്യുകയില്ല. ഗോഡ് നോസ് ദ ബെസ്റ്റ് ഫോർ മീ ആൻഡ് ഹി വിൽ ഡു ഇറ്റ് ഫോർ മീ.